ആണോ ഇപ്പോ നിലവിലുള്ള മീഡിയാസുകൾ എല്ലാവരും എത്തിക്സിനെതിരായിട്ടാണോ എങ്ങനെയാണ് അവരിപ്പോ എല്ലാവരും വാർത്തകൾ കിട്ടി വളച്ചൊടിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നില്ല. ഇതിലൊക്കെ യാഥാർത്ഥ്യം എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മീഡിയാസ് ശരിക്കും രാജ്യത്തിനോടുള്ള ഒരു ഇതാണ്, സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലേ? ഏറ്റവും കൂടുതൽ ഓൺലൈൻ ചാനലിൻ്റെ ഓൺലൈൻ മീഡിയയുടെ എത്തിക്സിലായ്മ ഏറ്റവും കൂടുതൽ ഇതേ ആൾ ഞാൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, സാറ്റലൈറ്റ് മീഡിയയോടെ എനിക്ക് വിയോജിപ്പുള്ളൂ. ഓൺലൈൻ മീഡിയ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മറ്റുള്ളവർ ഉണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് വിശന്ന് കട്ടാൽ കുഴപ്പമില്ല പറയുന്നുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം സാറ്റലൈറ്റ് മീഡിയ ആണ്. ഇപ്പം ഞാനന്ന് ട്രാൻസ്ജെൻഡർ കേസ് വന്നപ്പോൾ അവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. അവരന്ന് എൻ്റെ ഫോട്ടോവും പിറരുടെ ഫോട്ടോ വെച്ച് മുഴുവൻ കാണിക്കേണ്ടായിരുന്നു. അവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുന്നു. എന്നിട്ടാണ് അവർ ഇത് കാണിക്കുന്നത്. ഇവിടെ വനിതാ തിയേറ്ററിൽ വരുന്ന എല്ലാവരും അല്ല, ചില മീഡിയാസ് എല്ലാം വളരെ ചില ഫ്രീലാൻസ് സ്വന്തമായിട്ട് ചെയ്യുന്ന കമ്പനിയല്ല, അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ആളുകൾക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ എന്ത് ചെയ്യുക, എനിക്കോളും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ട് വന്നിട്ടുണ്ട്. കാരണം നല്ലത് ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവാണ്. അല്ല, നെഗറ്റീവാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കൊടുത്തോണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ. നല്ലതും വേണ്ടേ? നല്ലത് ഓടില്ല. എൻ്റെ അനുഭവത്തിന് പറയാം, അതെങ്ങനെ പറയാൻ പറ്റും? നല്ല വീഡിയോസ് ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട ഒന്നെങ്കിൽ കോമാളിത്രം. സിനിമയുടെ കാര്യങ്ങൾ തന്നെ എടുക്കുക. നല്ല സിനിമ ആയതുകൊണ്ടല്ലോ ഓടുന്നത്, മോശം സിനിമകൾ ഓടില്ലല്ലോ. നല്ല സിനിമ നന്നായതുകൊണ്ട് മാത്രം ഓടണമില്ല. എത്ര മോശം സിനിമ ഓടിക്കണം, എത്ര നല്ല സിനിമ ഓടാതിരുന്നുണ്ടോ? ഇപ്പോൾ നാടോടി മനം പറഞ്ഞ എത്രയോ മോശം സിനിമ. ഞാൻ ഇപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ നാടോടി മനം സിനിമ വളരെ മോശമായി. അത് എത്രയോ നല്ല പടം, മോഹൻലാലിൻ്റെ എത്രയോ പഴയ പടങ്ങൾ ഫ്ലോപ്പായിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഇപ്പോൾ രവീന്ദ്രൻ എവിടെ നല്ല സിനിമയാണ്, അത് ഓടിയില്ല. എത്രയോ നല്ല സിനിമ ഫ്ലോപ്പ് ആവുന്നു, എത്രയോ മോശം പടങ്ങൾ ഓടുന്നു. മെയിൻലി മീഡിയക്കാട്ട് സമൂഹത്തിന് കുഴപ്പമാണ്, സമൂഹത്തിന് നെഗറ്റീവാണ്. സമൂഹം നെഗറ്റീവാണ്. ഈ പറയുന്ന പോലെ ഈ ആളുകൾ മുഴുവൻ അന്നെ കണ്ടതിൽ ഏറ്റവും മോശമായിട്ട് സെക്സ് വീഡിയോസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയ ഏതാണ്? ഏറ്റവും മോശമായിട്ട് സെക്സ് വീഡിയോ? സെക്സ് മാത്രമല്ല, കോമാളിത്രം, സെക്സ്, അഡൽട്ട്, പിന്നെ അപരാധം എല്ലാം ഉണ്ട്. ഏറ്റവും മോശമായിട്ട് ഇത് ഈ ഇതിൽ ഫ്രീലാൻസ് അല്ല, ചില ആൾക്കാർക്ക് കമ്പനി പോലെയാണ്. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുക. അവർക്ക് വേണമെങ്കിൽ കുറച്ച് എത്തിക്കലാവാം. ഫ്രീലാൻസ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരാൾ വെച്ച് ചെയ്യുന്ന എത്തിക്കലായി കഴിഞ്ഞാൽ ഇതുണ്ട്. എത്തിക്കലായി കഴിഞ്ഞാൽ വരുമാനം കിട്ടില്ല. ഇത് മീഡിയക്കാർക്ക് ഇത് അല്ല മീഡിയക്കാർക്ക് ഇത് ബിസിനസ് അപ്രോച്ചാണ്. ഞാൻ ആദ്യം വൈറലായപ്പോൾ 10-25 ചാനലാണ് വന്ന വീട്ടിൽ ആദ്യകാലത്ത്. അന്ന് ഞാൻ ഒറ്റ രൂപ കാണിച്ചില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബിസിനസ് മെയിൻറ്റർ ആവണേന്നു. ഇവർക്ക് റീച്ചാണ് വേണ്ടത്, റീച്ച് ആൻഡ് മണി. നമ്മളിപ്പോൾ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട, എന്ത് ചെയ്യാനാണ്? നല്ല വീഡിയോ കാണുന്ന 100 പേരുണ്ടെങ്കിൽ അവരല്ലേ നല്ലത്, അതല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്ക് എന്ത് എത്തിക്സാ ഉള്ളത്? ഇല്ല, അവനല്ലേ ഏറ്റവും കൊണ്ട് റീച്ചാ? അവനല്ല എന്തുകൊണ്ട് മീഡിയക്കാരോട് പറഞ്ഞു? അവനല്ലേ ഏറ്റവും കൊണ്ട് റീച്ചാ? അതിന്റെ കമന്റ് ബോക്സിൽ ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ? അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും അവർക്കുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ചിലപ്പോ ഭാര്യനെയോ സുഹൃത്തുക്കളോ തെറി പറയാൻ പറ്റാതെ ചിലപ്പോൾ ഇവന്റെ വീഡിയോ എന്നിട്ടായിരിക്കും പറയുന്നത്. അല്ലാതെ ഇവനുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കി മോശം കമന്റ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് കാണാൻ ഇത് കാണുമ്പോൾ ഇവന്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആളുകളുടെ? അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ആളാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് മാറുന്നത്. അപ്പൊ പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല, നെഗറ്റീവ് പബ്ലിസിറ്റിയേ ഉള്ളൂ. ഒരു ഗുണവുമില്ല. ഒരു പബ്ലിസിറ്റി ആരാണ് ബെറ്ററാണ് നെഗറ്റീവ് പബ്ലിസിറ്റി? ഒന്നുമില്ല. ഇത് മീഡിയക്കാട്ട് ആളുകളുടെ കുഴപ്പമാണ്. ആളുകൾക്ക് വേണ്ട നെഗറ്റീവാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ചെയ്ത്താൻ റീച്ചില്ല? ചെയ്ത്താൻ പറയുന്നത് പലതും കറക്റ്റാണ്, റീച്ചില്ല. എന്തുകൊണ്ട് അലൻ ജോസ് പെരേരയ്ക്ക് റീച്ച് ഉണ്ട്? കാരണം അവന് എത്തിക്സ് സംഭവം അടുത്തോട് പോയിട്ടില്ല. എനിക്കിപ്പോൾ റീച്ച് ഒന്നുമില്ല. ഇപ്പൊ ഏറ്റവും റീച്ചുള്ള പെരേരയ്ക്കാണ്. അത് കളഞ്ഞതല്ലേ? അതൊന്നല്ലേ. ഞാൻ ആദ്യത്തെ ഒരു വർഷം ഇവ വൈറലാണ് വരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിന് ഇവൻ വന്നോടെയാണ് ഈ കോമാളിത്രം തുടങ്ങിയത്. കുഴപ്പമില്ല, പക്ഷെ ആളുകൾക്ക് വേണ്ടത് അതാണ്.
എല്ലാവർക്കും വേണ്ടത് ഈ ലോകത്ത് മനുഷ്യത്വം, നന്മ, ഇതൊന്നും വിലയില്ല. എല്ലാവർക്കും വേണ്ടത് പണമാണ്. പണത്തിന് വേണ്ടിയൊരു പരിപാടിയാണ്. എല്ലാവർക്കും പണം കിട്ടിയ, പക്ഷേ ഇതൊന്നും ലോങ് ടേമിൽ വർക്കൗട്ട് ആവില്ല. ഇവർക്ക് ആർക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുമില്ല. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് വേൾഡ് എന്താണ്? കോർപ്പറേറ്റ് വേൾഡ് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ്, എല്ലാ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലാണ് ഒരിക്കലും കള്ളത്തരം കാണിക്കാൻ പാടുള്ളത്. അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർ അവർ ഒരു മരുന്ന് കൊടുത്താൽ മരുന്ന് ക്യൂർ ചെയ്യില്ല, കൺട്രോളേ ചെയ്യും. ക്യൂർ ആക്കിയാൽ പിന്നെ ആ മരുന്ന് ആരും കഴിക്കില്ല. എന്തൊക്കെ എല്ലായിടത്തും ഇതെല്ലാം നടക്കുന്നത്. എത്തിക്സ് ആർക്കാ ഉള്ളത്? ഇപ്പോൾ വരാൻ പോകുന്നത്, എവിടെ എത്തിക്സ് ഉള്ളത്? മൂന്നിലുണ്ടോ ബിയോ സിനിമ, മൂന്നിലുണ്ട് എന്താ സിനിമ ഇട്ടല്ല, മറ്റേ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ആ പടം കാണിച്ചില്ലേ? എത്തിക്സ് കാണിക്കുന്ന ആൾക്കാർ മണ്ടന്മാരെ മാറുകയാണ്. മൂന്ന് വിനീത് ശ്രീനിവാസൻ അത് നെഗറ്റീവിൽ കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ല, അതുകൊണ്ട് മാത്രം നെഗറ്റീവ് മാത്രം ചെയ്യണം എന്നുള്ളത് ഇതിൽ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതും കാണുന്ന ആളുകളുണ്ട്. ഇത് ആദ്യമേ മീഡിയക്കാർക്ക് പറ്റിയ പ്രശ്നമാണ്. ഇവർ ആദ്യം പോസിറ്റീവായി, പിന്നെ F50 ഫാൻ ഫൈറ്റ് ക്ലബ്ബിൽ വന്നപ്പോഴാണ് ഈ അശോക് ഗോക്കിൻ്റെയും ഒമർലുലുവിൻ്റെയും പിന്നെ ഏതാണ് ഷാബു മോണെല്ലാം വന്ന് ഫാൻ ഫൈറ്റ് ക്ലബ്ബ് വന്നപ്പോഴാണ് നെഗറ്റീവ് കമൻസ് തുടങ്ങിയത്. നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ എല്ലായിടത്തും. എന്ത് ചെയ്യാന്ന്? ഞാൻ കാര്യം ചോദിക്കുന്നത് പെരേരെ കാണിക്കുന്നത് എന്റർടൈൻമെന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് ചിലർക്ക് അരോചകമാണ്, ചിലരുടെ തമാശ ചിരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിന് ദോഷമുണ്ടെന്ന് ഇപ്പൊ അണ്ണൻ പറയുന്ന കാര്യം സമൂഹത്തിന് നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ ട്രെൻഡിൽ ഒന്നെങ്കിൽ ഈ ഉള്ളത് ഇത് വെച്ച് മാക്സിമം കാശ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ നമ്മളിത് മാറ്റുക. ഭൂരിഭാഗം ആൾക്കാർ ഇത് മാനിപ്പുലേറ്റ് മാറ്റാൻ നോക്കുന്നില്ല. അവർ അത് വെച്ച് മാക്സിമം കാശിലാക്കാൻ നോക്കുക. ഈ കാലത്ത് കാശാണ് എല്ലാം. കാശ് മീഡിയക്കാർ അതിന് വേണ്ടിയാണ്, അത് ആവശ്യമില്ല. അല്ല, എപ്പോഴും പറയുന്നത് വെച്ചാൽ പെരേരയായാലും അണ്ണനായാലും ചെകുത്താനായാലും സമൂഹത്തിൽ ദൂഷ്യഫലങ്ങളുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. വാർത്തകൾ വളച്ചൊടിക്കുകയും ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുകയും ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പൊ പെൺകുട്ടി ഡോറിൽ തുറന്നു വന്ന സമയത്ത് മോശമായ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ആരാണ്? ഡോറ് തുറന്ന് നായിക തുറന്നു വന്ന സമയത്ത് മോശമായ വീഡിയോ ഒക്കെ എടുക്കുന്നത് ആരാണ്? ആ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണ്? ആൾക്കാർക്ക് പഴയ അമ്മമാർക്ക് വേണ്ടത് അതാണ്. അവർക്ക് സെക്സ് റെസ്ട്രിക്ഷനുണ്ട്, അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്തുകൊണ്ട് പണ്ട് സിനിമയിൽ സെക്സും വയലൻസും കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ഇപ്പം സിനിമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് ഒരു ബലാത്സംഗ സീനല്ല എല്ലാ സിനിമയിലും ഉണ്ട്. പിള്ളേർ കാണേണ്ടത് ആ കാര്യം. പല പിള്ളേർ ഇത് കാണുന്നുണ്ട്. വാർത്തകൾ കൊടുക്കുന്നു, വളച്ചൊടിക്കുന്നു, തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു. ഇപ്പോൾ വിവേകാനന്ദ വെച്ച് പറഞ്ഞിട്ട് എന്താണ് വെസ്റ്റേൺ കിടക്കുമ്പോൾ വേദാന്തം പണ്ട് കയ്യിലുള്ള ചിലർക്കാരെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശ്രമിച്ചോട്ടെ. എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞ ആൾക്കാരാ, എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. എന്നെ എത്ര ഇരാക്കിയിരിക്കുന്നത്, ഞാൻ പറയാത്ത എത്ര കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കോമാളിയെ മാറിയിരിക്കുകയാണ്. എന്നെ കോമാളി ആക്കിയതാണ് മീഡിയക്കാരെന്നെ കോമാളി ആക്കിയത്. അപ്പം ഞാൻ പറ്റും അന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ആ എല്ലാവരും ഇപ്പം എല്ലാ നെഗറ്റീവ് എല്ലാം അവർക്ക് റീച്ചിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ടോപ്പ് മീഡിയാസ് പേര് പറഞ്ഞാൽ എനിക്കും പണി കിട്ടും. ഇനി അതുകൊണ്ടോ ഒന്നാണ് ഇവർക്ക് എന്ത് ചെയ്യാണ്. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സത്യം തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത്. ഒരുപാട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത്. സത്യം തുറന്നു പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇപ്പൊ എന്നെ ഇവർ ശരിക്കും അവഗണിക്കുന്നുണ്ട്. എത്ര നാളായിട്ട് അവഗണിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയക്കാര് എല്ലാവരും. അവർക്ക് റീച്ചുള്ള പുറകെ അവർ പോകുള്ളൂ. എത്രയോ ന്യൂസ്. ഇപ്പം ഞാൻ അന്ന് പോലീസ് വന്നപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോലീസ് കേസുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അണ്ണനെ ശരിക്കും അണ്ണനെ കോമാളിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി അവൻ ആഗ്രഹിച്ച ഒരു താങ്കള് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോമാളി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺലൈൻ വീഡിയോസ് ആണ്.
ഇവർ നമ്മളെ കോമാളിയാക്കുകയും ചെയ്യാൻ ഒപ്പം നമ്മളെ കളിയാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ആരൊക്കെയാണ് അന്നത് പറയാൻ പറ്റും. അന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും അറിയാൻ പറ്റത്തില്ല ആരാണ്. അല്ല അങ്ങനെ വരുമ്പോ ഇവര് മാറി ചിന്തിക്കില്ലേ? പറയൂ, അണ്ണൻ പറയൂ. അതായത് നമ്മൾ തെറ്റ് ചെയ്ത് ജയിലിൽ ഇടുന്നതിനാ ആ ഒരു തെറ്റ് മനസ്സിലാക്കി മാറാൻ